കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: എന്റെ കഷ്ടപ്പാടിൽ എന്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് വിജയം നൽകുകയും ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം അനുഗ്രഹത്തിന്റെ വഴികളും തുറന്നു തരും. യാക്കോബ് തന്റെ പിതൃഭവനത്തിൽ നിന്നും ഹാരാനിലേക്ക് പുറപ്പെട്ടപ്പോൾ യാക്കോബിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു വടിയും ദൈവത്തിലുള്ള വിശ്വാസവും മാത്രമാണ്. ഈ വിശ്വാസമാണ് യാക്കോബിന്റെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നത്. യാക്കോബ് പറഞ്ഞു, ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത്. ഇപ്പോൾ ഇതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്നു. എന്റെ കഷ്ടപ്പാടിൽ എന്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ ഒരു ബലിപീഠം പണിയും. സ്നേഹമുള്ളവരെ, നാം നമ്മിലുള്ള വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിപീഠം പണിയണം. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രസാദിക്കും. നമുക്ക് സംരക്ഷണം നൽകുന്നതും സമാധാനം നൽകുന്നതും നമ്മുടെ സമ്പത്തോ നാം ആശ്രയിക്കുന്ന വ്യക്തികളോ അല്ല, സർവശക്തനായ കർത്താവായ യേശുവാണ്. തിരുവചനത്തിൽ നാം കാണുന്നു, യാക്കോബിന് ഭയവും അസമാധാനവും കടന്നു വന്നപ്പോൾ യാക്കോബ് തന്റെ ഭാര്യമാരെയും തന്റെ മക്കളെയും തന്റെ സമ്പാദ്യം മുഴുവനെയും യാബോക്ക് എന്ന കടവ് കടത്തി വിട്ടതിനു ശേഷം ഇക്കരെ നിന്ന് അവൻ ഏകനായി പ്രാർത്ഥിച്ചു. അവൻ കരഞ്ഞ് അവന്റെ അനുഗ്രഹം പ്രാപിച്ചു. അവന്റെ ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവുമാണ് അവനെ അനുഗ്രഹത്തിന് കാരണമാക്കിയത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, നമുക്കും ദൈവത്തിൽ ആശ്രയിക്കാം, നമുക്കും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുഖം ദർശിക്കുവാനും അവിടുത്തെ കാണുവാനുമായി വിശ്വാസത്തോടുകൂടി നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കടന്നേല്ലാം. യാക്കോബെ അനുഗ്രഹിച്ച ദൈവം നമ്മെയും അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയനേ, നിൻ സ്വരം കേൾക്കുവാനായി വാഞ്ചിക്കുന്നേ. പ്രിയനേ, നിൻ മുഖം കാണുവാനായി കാത്തിടുന്നേ. പ്രിയനേ, നിൻ സ്വരം ഓ എന്റെ യേശുവേ, എനിക്കായി മണ്ണിൽ വന്നു സ്വന്ത ജീവൻ നൽകി തന്നു. നിന്നോടുള്ള സ്നേഹം പാടുന്നു. ആമേൻ. ഹല്ലേലൂയ. നിന്നോടുള്ള സ്നേഹം പാടുന്നു. യേശുവേ, ആയിരം ധന്യമാ നാമമേ, ആരാധ്യനേ യേശുവേ. വാനവർ വാഴ്ത്തിടും നാമമേ, സ്തുതികൾക്കു യോഗ്യനേ. ആയിരം ധന്യമാ നാമമേ, കർത്താവായ യേശുവേ, അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അങ്ങേക്ക് മഹത്വം നൽകുവാനും കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു.
ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാണനേ നൽകിടും നായക പ്രാണനേ നൽകിടും നായക നിൻ സ്തുതി പാടുവാൻ നിനക്കായി ജീവിപ്പാൻ ആശയേറുന്നേ പ്രിയനേ. നിൻ സ്തുതി പാടുവാൻ നിനക്കായി ജീവിപ്പാൻ ആശയേറുന്നേ പ്രിയനേ. സ്തുതികൾക്കു യോഗ്യനേ. ഓ എൻ്റെ യേശുവേ, ആയിരം ധന്യമാം നാമമേ. ആരാധ്യനേ യേശുവേ. മാനവർ വാഴ്ത്തിടും നാമമേ. സ്തുതികൾക്കു യോഗ്യനേ. ആയിരം ധന്യമാം നാമമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് എന്നിലും എൻ്റെ കുടുംബത്തിലും കടന്നു വരുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ എൻ്റെ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവേ, കരുണയായിരിക്കണമേ. സാന്നിധ്യം പകരും വേളയിൽ നിൻ സാന്നിധ്യം പകരും വേളയിൽ നിന്നോടൊന്നാകുവാൻ നിന്നിലലിഞ്ഞിടുവാൻ കൊതിയേറുന്നേ പ്രിയനേ. നിന്നോടൊന്നാകുവാൻ നിന്നിലലിഞ്ഞിടുവാൻ കൊതിയേറുന്നേ പ്രിയനേ. സ്തുതികൾക്കു യോഗ്യനേ. യേശുവേ, സ്തോത്രം. ആയിരം ധന്യമാം നാമമേ. ആമേൻ. ഹല്ലേലൂയ. ആരാധ്യനേ യേശുവേ. മാനവർ വാഴ്ത്തിടും നാമമേ. ആമേൻ, ആമേൻ. സ്തുതികൾക്കു യോഗ്യനേ. ആയിരം ധന്യമാം നാമമേ. ആരാധ്യനേ യേശുവേ. വാനവർ വാഴ്ത്തിടും നാമമേ. പ്രിയനേ നിൻ മുഖം കാണുവാനായി കാത്തിടുന്നേ. ആമേൻ. പ്രിയനേ നിൻ സ്വരം കേൾക്കുവാനായി വാഞ്ചിക്കുന്നേ. ഹല്ലേലൂയ. പ്രിയനേ നിൻ മുഖം കാണുവാനായി കാത്തിടുന്നേ. പ്രിയനേ നിൻ സ്വരം കേൾക്കുവാനായി വാഞ്ചിക്കുന്നേ. നിനക്കായി ഞാൻ പാടും പാട്ടിൽ പകർന്നിടും തൈലം പോലെ നിന്നോടുള്ള സ്നേഹം പാടും ഞാൻ. ഹല്ലേലൂയ. നിന്നോടുള്ള സ്നേഹം പാടും ഞാൻ. സ്തുതികൾക്കു യോഗ്യനേ. ആയിരം ധന്യമാം
ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന യേശു, അവിടുത്തെ പരിശുദ്ധ നാമം എന്നും ഉയരട്ടെ. ഇന്ന് കർത്താവായ യേശുവിൻ്റെ അനുഗ്രഹവും കരുതലും ഇന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.